എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് നന്മകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ, നരകമോചനം കിട്ടാൻ ഒരുപാട് മാർഗങ്ങൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും നല്ല ഒരു മാർഗം ഞാൻ പറയട്ടെ. മറ്റ് ഇബാദത്തുകളും മറ്റ് കർമ്മങ്ങളും ചെയ്യുന്നതിന് പുറമെ പാപങ്ങളെ സഹായിക്കുക, അശരണർക്ക് സഹായം കൊടുക്കുക, ബുദ്ധിമുട്ടുന്നവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ നീക്കി കൊടുക്കുക, വിശക്കുന്നവരെ അവരെ ഭക്ഷിപ്പിക്കുക, അവരുടെ വയറിന് വേണ്ടി ആശ്വാസം കൊടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു വഴി. ഇത് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു നല്ല വഴിയാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇശാ നമസ്കാരത്തിന് ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു സഹോദരൻ വന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, എനിക്ക് രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ ഒരു അവസരം ഒരുക്കി തരണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറഞ്ഞു, സഹാബത്തെ, അൻസാരികളെ, സ്വഹാബത്തെ ശ്രദ്ധിച്ചോ, ഇവിടെ ഇതാ ഒരു പാവം മനുഷ്യൻ വന്നിരിക്കുകയാണ്, ഒരു അതിഥി ഇവിടെ വന്നിരിക്കുകയാണ്. ആ അതിഥിയെ സൽക്കരിക്കാൻ, ആ വിശക്കുന്ന വയറിന് ആശ്വാസമേകാൻ ഈ കൂട്ടത്തിൽ ആരാണ് ഒരുക്കമുള്ളത്? ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, ആ സഹോദരന്റെ വിശപ്പാരെങ്കിലും നടത്തി കഴിഞ്ഞാൽ, നാളെ ആഖിറത്തിൽ അല്ലാഹു നിങ്ങളെ അതിഥിയായി സ്വീകരിക്കുന്നതാണ്. ഇത് പറയുമ്പോൾ അതാ ഒരു അൻസാരിയായ സഹാബി, എന്റെ വീട്ടിൽ ഭക്ഷണമുണ്ടോ എന്നവർ ചിന്തിച്ചിട്ടില്ല, എന്റെ വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചിട്ടില്ല. ഒന്നും ആലോചിക്കാതെ എനിക്ക് സ്വർഗ്ഗമാണ് വേണ്ടത്, മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന തീരുമാനത്തോടെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പറയുന്നു, നബിയേ, ഞാനൊന്ന് വീട്ടിലേക്ക് പോയി വരട്ടെ നബിയേ, ഞാൻ ആ ഭക്ഷണത്തിന്റെ ഏർപ്പാട് ചെയ്യട്ടെ നബിയേ, ഞാനതിന് ഒരുക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ സവിധത്തിൽ നിന്ന് ഓടിച്ചില്ലാണ്. അൻസാരിയായ സഹാബി വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവളെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഇന്ന് പള്ളിയിൽ ഒരു അതിഥി വന്നിട്ടുണ്ട്, ആ അതിഥിയെ സൽക്കരിക്കാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ആവശ്യപ്പെട്ടു. ആ അതിഥിയെ നമ്മൾ സൽക്കരിച്ചാലോ നാളെ ആഖിറത്തിൽ നമ്മൾ ചെല്ലുമ്പോ ആരാരുമില്ലാത്ത പ്രയാസപ്പെടുന്ന സമയത്ത് എല്ലാവരും പരസ്പരം ഇങ്ങോട്ടും നോക്കാതെ, സ്വന്തം മക്കളെ നോക്കാത്ത, സ്വന്തം ബാപ്പ സ്വന്തം മക്കളെ നോക്കാത്ത ആഖിറത്തിന്റെ വല്ലാത്തൊരു സമയമില്ലേ, ആ സമയത്ത് അല്ലാഹു നമ്മെ അതിഥിയായി സ്വീകരിക്കും. ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുകയാണ്, നിങ്ങളെന്താ ഈ വീട്ടിലില്ലാത്തത് പോലെ സംസാരിക്കുന്നത്? എന്താ കാര്യമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ 2-3 ദിവസമായി അടുപ്പിൽ കത്തിയിട്ടില്ല. 2-3 ദിവസമായി അടുപ്പിൽ കത്താത്തത് കാരണം എന്റെ പ്രിയപ്പെട്ട മക്കളത് വൈകിട്ടിട്ടവിടെ കിടക്കുകയാണ്. ഭാര്യ പറഞ്ഞു, എന്റെ പ്രിയതമാ, നിങ്ങൾ എന്താ ഈ വീട്ടിലില്ലാത്തത് പോലെ സംസാരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട മക്കളെ കണ്ടില്ലേ, അവരെ ഞാൻ നേരത്തെ കിടത്തിയിറക്കിയതാ. എന്തിനാണെന്നറിയാമോ? ഇതാ എന്റെ കയ്യിൽ ഇച്ചിരി ഒരു മാവുണ്ട്, ഈ മാവ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വല്ലതും ഉണ്ടാക്കി തരാം. ആ സന്തോഷത്തിന്റെ പാട്ടുപാടിയിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മക്കളെ കിടത്തിയിറക്കിയതാ. അവരെ നേരിട്ട്
കഴിഞ്ഞിട്ടുമ്മ എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുമ്പോ എന്താ നമ്മൾ കൊടുക്കുക? ഇതെങ്ങാനും നമ്മൾ കൊണ്ടുപോയി അതിഥിയെ സൽക്കരിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എങ്ങോട്ട് പോകും? നിങ്ങൾ എന്തേ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലേക്ക് വെച്ച് നൽകിയിട്ടുള്ള സ്വർഗ്ഗത്തിന്റെ അനുഭൂതിയുടെ അനുഭവമല്ലോ അത് മനസ്സിൽ തട്ടിയിട്ടുള്ള സഹാബി പറഞ്ഞു. അൻസാറായ സഹാബി പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവളെ നീ അങ്ങനെയൊന്നും പറയല്ല, നീ അങ്ങനെയൊന്നും പറയല്ല. ഞാൻ വിശന്നു കഴിഞ്ഞാലും വിശന്നു കഴിഞ്ഞാലും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വിശന്നു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ഇല്ലല്ലോ വലുത്. ഇവിടെ അല്പം നമ്മൾ വിസമിച്ചാലും നമുക്കെന്താ? ഇവിടെ നമുക്ക് അല്പമെന്ന് വിസമിച്ചാലും നമുക്കെന്താ? പരലോകത്തേക്കല്ലേ നമുക്ക് കിട്ടേണ്ടത്? ആ സ്വർഗത്തിന് അതിനായിട്ടല്ലേ നാം സ്വീകരിക്കപ്പെടുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോളെ നീ അത്രയൊന്നും പറയല്ല. അപ്പോഴാണ് തിരിച്ചു ബാധിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രിയതമ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നമ്മുടെ മക്കള് എത്ര ദിവസമായി ഒരു ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി? അപ്പം പറഞ്ഞു കൊടുക്കുന്നു, പ്രിയപ്പെട്ടവരെ നീ എന്ത് ചെയ്തോ? ആ കുട്ടികളെങ്ങാനും ഉണർന്നു കഴിഞ്ഞാൽ, ആ കുട്ടികളെങ്ങാനും ഉണർന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പോയിട്ട് നീ ഭയപ്പെടുന്ന തടവി കൊടുക്കുക. എന്നിട്ട് താരാട്ട് പാട്ട് പാടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് താരാട്ട് പാട്ട് പാടിയിട്ട് ആ കുട്ടികളെ നീ ഉറക്കി കിടത്തിക്കോ എന്ന് പറയുമ്പോ സ്വർഗം മുമ്പിൽ കാണുന്ന ഈ പ്രിയപ്പെട്ട വനിതയുണ്ടല്ലോ, ഈ പ്രദേശത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്കിത് പാഠമാണ്, നിങ്ങൾക്കിത് പാഠമാണ്. മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ, അവർക്ക് വേണ്ടി കഞ്ഞി കൊടുക്കുന്ന പ്രിയപ്പെട്ടവന്മാർ, അവർക്ക് വേണ്ടി ചായ കൊടുക്കുന്ന പ്രിയപ്പെട്ടവന്മാർ, അവർക്ക് വേണ്ടി ചോറ് കൊടുക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ പെങ്ങളെ പെങ്ങളെ, നിങ്ങൾക്കും അനുഭവം വരട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരി പറയുകയാണ്, എന്നാൽ ആയിക്കോട്ടെ ഈ ഇച്ചിരി മാവ് കൊണ്ട് നമുക്ക് പത്തിരി ചുട്ടിട്ട് അതിഥിയെ ഭക്ഷിപ്പിക്കാമെന്ന് സമ്മതം കൂടെയാണ്. സന്തോഷത്തോടുകൂടെ ഓടിച്ചെല്ലുന്നു പള്ളിയിലേക്ക് ഓടിച്ചെന്നു അതിഥിയെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. പത്തിരി ചുട്ട് പത്തിരി പ്ലേറ്റിലാക്കിയിട്ട് അതാ അതിഥിയുടെ മുമ്പിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ആ അതിഥിക്ക് കൊടുത്താൽ ഇവിടെയുള്ള വീട്ടുകാരന് തിന്നാൻ വേറെ പത്തിരിയില്ല. ഈ വീട്ടുകാരൻ ആ സൽക്കാരത്തിൽ കൂടെ ഇരുന്നാൽ അതിഥിക്ക് ഭക്ഷണം കഴിക്കാൻ അത് വേണ്ട പോലെ ഉണ്ടാവുകയില്ല. അതിഥി വന്നാൽ കൂടെ ഇരിക്കണമല്ലോ. ആ കൂടെ ഇരിക്കുന്ന സുന്നത്ത് ഈ സഹാബിക്ക് ലഭിക്കുകയില്ലല്ലോ. അപ്പോഴാണ് വീട്ടിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് ഭാര്യയോട് ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഒരു സങ്കടകരമായ ഒരു കാഴ്ച കാണുകയാണ്. ഞാൻ അഥവാ ആ കൂട്ടത്തിൽ ഞാനും പോയിരുന്നാൽ, ആതിഥിയോടൊപ്പം ഞാനും ഇരുന്നാൽ ആതിഥിക്ക് കഴിക്കാൻ ഉണ്ടാവുകയില്ലല്ലോ. എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗീയ മാതൃക, ആ മാതൃക നമുക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്റെ പ്രിയപ്പെട്ട പ്രിയതമാ, നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങളൊരു കാര്യം ചെയ്തോ, ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങളിത് വേദനയോടുകൂടെ കാണേണ്ടതാണ്. എത്ര ആളുകളാണ് പ്രിയപ്പെട്ട ഭർത്താവിനെ അവഗണിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് പിന്നാലെ മറ്റുള്ള ആളുകളുടെ കാമുകൊണ്ട് പിന്നാലെ ഓടിപ്പോകുന്ന എത്രയെത്ര പെണ്ണന്മാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. വാട്സപ്പുകളിൽ നിറയുകയാണ്, ഫേസ്ബുക്കുകളിൽ നിറയുകയാണ്. അത് നമ്മുടെ പെൺകുട്ടികളാണ്. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണമല്ല. എത്രയെത്ര ആളുകളാ ഈ തോന്നിവാസത്തിന് നേതൃത്വം നൽകുന്നത്. ചിന്തിച്ചോ ചിന്തിച്ചോ ചിന്തിച്ചോ. ഇവിടെയാണ് ഒരു മാതൃകാ ജനിത വരുന്നത്. ഇവിടെയാണ്
ഒരു മാതൃകാ വനിത വരുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രിയതമ, നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങളും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് നിങ്ങളും ചെല്ലുക. എന്നിട്ടോ പ്ലേറ്റും എടുത്ത് നിങ്ങൾ ചെന്നിട്ട് ആ അടുത്ത് കത്തിക്കിടക്കുന്ന ആ വിളക്കുണ്ടല്ലോ, ആ വിളക്ക് മെല്ലെ കെടുത്തിക്കളയുക. എന്നിട്ട് കെടുത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങളും ആ പ്ലേറ്റിൽ നിന്ന് എന്തോ കൊടുക്കുന്നത് പോലെ നിങ്ങളും അഭിനയിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ആ കാര്യം കഴിഞ്ഞു രണ്ടുപേരും സന്തോഷത്തോടുകൂടെ സമ്പൂർണമായ ശാന്തിയോടെ സമാധാനത്തോടുകൂടെ ആ അതിഥി തിരിച്ചു പോവുകയാണ്. പിറ്റേ ദിവസം സുബഹിന്റെ ബാങ്ക് മുടങ്ങുന്നു. ജമാഅത്തിന് വേണ്ടി എല്ലാ സ്വഹാബികളും പള്ളിയിൽ കൂടുകയാണ്. പള്ളിയിൽ കൂടി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഈ ഇന്നലെ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായ മനുഷ്യനിവിടെ? അള്ളാന്റെ റസൂലിന്റെ ഈ വാക്ക് കേട്ടപ്പോ ഈ സഹാബിയുടെ മനസ്സിന് വല്ലാതെ പേടി വന്നു പോയി. എന്തിനാ പേടി? ഞാൻ ഇന്നലെ അഭിനയിച്ച അഭിനയം അത് തെറ്റായി പോയോ, അതിൽ വലിയ പോരായ്മയും വന്നുപോയെന്ന് അദ്ദേഹം ഇങ്ങനെ ആശങ്കപ്പെടുകയാണ്. ആ സമയത്താണ് അള്ളാന്റെ റസൂല് വിളിക്കുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് വാ. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്ന് നിൽക്കുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, നിങ്ങൾ ഇന്നലെ അതിഥിയെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, ആ അതിഥിയെ സ്വീകരിച്ചത് അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടമായി പോയി. നിങ്ങളെ നാളെ അതിഥിയായി അള്ളാഹു സ്വീകരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ആ റസൂലുള്ളാഹിന്റെ തിരുനാക്കിൽ നിന്ന് കേട്ട ഈ വസ്തുത അതാ ഓടിച്ചെന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഭാര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെ സഹായിച്ചതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ ഒന്ന് വിളിച്ചുണർത്തുമോ? എല്ലാ മക്കളെയും വിളിച്ചുണർത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ സന്തോഷം പങ്കുവെക്കുകയാണ്. ഇന്നലെ നമ്മൾ അതിഥിയെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ, അത് അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടമായി പോയി. അതുകൊണ്ട് നാളെ പരലോകത്ത് വെച്ച് നമ്മളെ അതിഥിയായി അല്ലാഹു സ്വീകരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സങ്കടക്കടലിൽ നീന്തി കുളിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുമ്പോൾ അവിടെ കൈപിടച്ചുയർത്താൻ നമ്മൾ നമുക്കും കിട്ടും ഇതേ അനുഭവം നൽകട്ടെ. എത്ര ആളുകളാ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നേരായ വിധിയിലുള്ള വീടില്ല. 5ഓളം പെൺകുട്ടികളാണ്, ആൺകുട്ടികളുണ്ടെങ്കിലോ ഭ്രാന്തന്മാരാണ്. കെട്ടിയിട്ട് ചങ്ങലയിൽ കെട്ടിയിട്ട് നിൽക്കുന്ന ആൺകുട്ടികളാണ് കൂട്ടത്തിലുള്ളത്. സുബ്ഹാനല്ലാഹ്, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടാൻ കഴിയുന്നില്ല. മദ്രസയിൽ നിന്നുള്ള തുച്ഛമായ ശമ്പളം അവർക്ക് മതിയാവുന്നില്ല. പള്ളിയിൽ നിന്നുള്ള തുച്ഛമായ ശമ്പളം അവർക്ക് മതിയാവുന്നില്ല. കരഞ്ഞു വന്ന് സങ്കടക്കൊണ്ട് നീരടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ഉസ്താദുമാരുടെ പ്രിയപ്പെട്ടവരെ കൂട്ടത്തിലുണ്ടാവും. പാവങ്ങളെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെയും കൊടുത്തുകയല്ല, അവരെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെയും കൊടുത്തുകയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്നവരാണ്, വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ വാട്സപ്പ് ഉണ്ടാക്കിയിട്ട് അതിലൊരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ആ ഗ്രൂപ്പുകൾ നമ്മൾ പലതും ചാറ്റ് ചെയ്തു, പല ഫിത്നകളും നമ്മൾ പറഞ്ഞു, പലതും വേണ്ടാത്തതും പറ്റാത്തതും നമ്മൾ സംസാരിച്ചു, പലതും നമ്മൾ പരസ്പരം ഇടപഴകി. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്ര നാടുകളിൽ പല നാടുകളിലും ഈ ഗ്രൂപ്പുകൾ തമ്മിൽ നല്ല ബന്ധങ്ങൾ. എങ്ങനെ ഈ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ അവർ തീരുമാനിക്കുമ്പോൾ നമ്മളിങ്ങനെ
ഇങ്ങനെ ചാറ്റ് ചെയ്താൽ പോരാ, വേണ്ടാത്തത് എന്തെങ്കിലും സംസാരിച്ചാൽ പോരാ, മറിച്ച് എന്ത് ചെയ്യണം? നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം. അങ്ങനെ അതാ പത്രങ്ങൾ നമ്മൾ കാണുന്നില്ലേ, എത്ര ലക്ഷക്കണക്കിന് രൂപയാ പിരിച്ചു കൊടുക്കുന്നത്, ലക്ഷക്കണക്കിന് രൂപ പാവപ്പെട്ടവർക്ക് വേണ്ടി ദാനം ചെയ്യുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. എങ്ങനെയുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ നടത്താൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളും നൽകുമാറാവട്ടെ. എന്റെ നാട്ടില് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. ഒരു പാവപ്പെട്ട ഉസ്താദിന്, അൽഹംദുലില്ലാഹ്, നമ്മളിപ്പോ ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങളുണ്ടാവും. ഒരു കുട്ടികളെ കണ്ട കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിഷയമാണ്. എത്ര രൂപ ചെലവുണ്ടാവും. ആ ചെലവുള്ള ഒരു പാവപ്പെട്ട ഉസ്താദ്, ആ ഉസ്താദിന്റെ കാര്യം ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, പച്ചക്കോട്ട എന്ന ആ ഗ്രൂപ്പിന് പേര്. എനിക്ക് തോന്നുന്നത് 1-2 ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് കല്യാണപരമായിട്ട് ഉണ്ടാകുന്ന എല്ലാ സഹായങ്ങളും എന്ന് മാത്രമല്ല, അതിനു മുമ്പ് മൂപ്പരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയും പ്രയാസവും നേരിടുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ എല്ലാം സന്തോഷകരമായി അവരങ്ങ് നടപ്പാക്കി കൊടുക്കുകയാണ്. അത് കയ്യിൽ കിട്ടിയപ്പോ നിറയുന്ന കണ്ണുകളോടുകൂടെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വേണ്ടി ആ പ്രിയപ്പെട്ട അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുക, ആരാണ് ഉസ്താദുമാർ? ഒരു മദ്രസയിൽ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു മദ്രസയിലെ ഉസ്താദ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരത്തിൽ, നമുക്കറിയാം, പള്ളിയുടെ ഓരത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ഇരുന്നു കൊണ്ട് ഇൽമു പഠിച്ചുകൊണ്ടിരുന്ന ആളുകൾ, സുഫത്തിന്റെ അഹ്ലുക. ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാനൊരു കർഷകനാണ്, എന്റെ ഒരു സഹോദരൻ ഇതാ ഇവിടെ പള്ളിയിൽ വെച്ച് പഠിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന കൃഷി പോലെ, ഞാൻ കൃഷി ചെയ്യുന്നത് പോലെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചങ്ങാതിയും കൃഷി ചെയ്തു, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഒരൽപ്പം കൂടി നന്നായി ജീവിക്കാമായിരുന്നു. ഇത് പറയുമ്പോ നമുക്കും അങ്ങനെ തോന്നാറുണ്ടല്ലേ? ഉസ്താദുമാർക്കൊക്കെ എന്തെങ്കിലും സഹായം കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മളിങ്ങനെ വിസയൊക്കെ കൊടുത്ത് 2 ലക്ഷം റുപ്യ വിസക്ക് കൊടുത്ത് അധ്വാനിച്ച് നാട് വിട്ട് കൂട് വിട്ട് ഉമ്മാരെ വിട്ട് എല്ലാരെയും വിട്ട് നമ്മളിങ്ങനെ പോയിട്ട് അധ്വാനിക്കുക, എന്നിട്ട് കുറെ പൈസ ഉണ്ടാക്കുക, അത് മദ്രസയിൽ ഉസ്താദുമാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അവർക്കും പോയിക്കൂടെ? നമ്മൾ ചിന്തിക്കാറില്ലേ? അങ്ങനെ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ ഇവിടുത്തെ സാഹചര്യം അങ്ങനെ അവിടെ ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം ചിന്തിക്കുക, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കിലേക്ക് ചിന്തിക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സഹോദരനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ കൃഷിയിൽ ഏർപ്പെടുന്നു, ഇദ്ദേഹം പഠിക്കും. അപ്പൊ ഇയാൾ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നന്നായി ജീവിക്കാമായിരുന്നു എന്ന് പറയുമല്ലോ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ ഒരു കഴിവ് കൊണ്ടാ ഇതൊക്കെ? നിങ്ങൾ കൃഷി ഇറക്കുന്നതും കൃഷിയിൽ വിളവെടുക്കുന്നതും അതിന് ലാഭം ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങളുടെ ഐഡിയയും നിങ്ങളുടെ ഭാവം നിങ്ങളുടെ കഴിവും കൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിച്ചുവെങ്കിൽ അത് തെറ്റാണ്. നേരെ മറിച്ച് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ചിലപ്പോ ഭക്ഷണം കിട്ടുന്നത് ഇദ്ദേഹം കാരണമായേക്കാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ പ്രദേശത്ത് ഇന്ന് ഗൾഫിൽ പോകുന്നവർ, നാട്ടിൽ പണിയെടുക്കുന്നവർ, മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, ഇവർക്കെല്ലാം അതിൽ കച്ചവടങ്ങളിൽ അഭിവൃദ്ധി, കൃഷിയിൽ അഭിവൃദ്ധി, എല്ലാ കാര്യത്തിലും ഐശ്വര്യം, ഇതെല്ലാം ലഭിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ. അവർ മദ്രസയിൽ വെച്ച് കുട്ടികളെ പഠിപ്പിക്കുകയാണ്, അവർ ഫാത്തിഹ പഠിപ്പിക്കുകയാണ്, അവർ ശഹാദത്ത് പഠിപ്പിക്കുകയാണ്, അവർ നിസ്കാരം പഠിപ്പിക്കുകയാണ്, അവർ നല്ല പ്രവർത്തനങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് പഠിപ്പിക്കുന്നത് കൊണ്ട്, ഈ കാരണം കൊണ്ടാവാ ചിലപ്പോ നമുക്ക് അല്ലാഹു ഐശ്വര്യം തരുന്നതാണ്. നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.